നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാൻ പോണത് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ് കേട്ടോ. ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് പ്രസാദമൊക്കെ ലഭിക്കാറുണ്ട്, അർച്ചനയുടെ പ്രസാദങ്ങൾ. അപ്പോൾ അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലർ ചന്ദനമൊക്കെ എടുത്ത് നെറ്റിയിൽ തൊടും, ബാക്കിയുള്ളത് അവിടെ ചുമരിലൊക്കെ വെച്ച് തേക്കും. ചിലപ്പോൾ അത് അങ്ങനെ എടുത്തിട്ട് പോക്കറ്റിലിടും. അപ്പോൾ അതിൽ ലഭിക്കുന്ന പുഷ്പങ്ങളാണെങ്കിൽ ചിലർ തലയിൽ വെക്കും, അത് മുടിയിൽ ചൂടും, അല്ലെങ്കിൽ ചെവിക്ക് മുകളിൽ ചൂടുന്നത് കാണാം. എന്നിട്ട് ബാക്കിയുള്ളത് ചിലപ്പോൾ അവിടെ വെച്ചിട്ടൊക്കെ പോരും. അപ്പോൾ പലർക്കും അറിയില്ല ഈ പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. ചിലരത് അശ്രദ്ധമായിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് വീണ് പോയിട്ട് ആ പ്രദക്ഷിണ വഴിയിലൊക്കെ കിടക്കുന്നത് കാണാം. പലരും ഇതൊക്കെ വന്നിട്ട് ചവിട്ടൊക്കെ അല്ലേ ചെയ്യാം. പിന്നെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ അങ്ങനെ കാണാറുണ്ട് കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമല്ല, ഏത് ക്ഷേത്രങ്ങളിൽ പോയാലും ഇപ്പോൾ ചന്ദനമൊക്കെ തൊടാൻ വേണ്ടിയിട്ട് ഒരു കണ്ണാടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചുറ്റും ഈ ചന്ദനവും കുങ്കുമൊക്കെ തേച്ച് വെച്ചിട്ട്, അതായത് അവരുടെ കലാവിരുതുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. ശരിക്കും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ക്ഷേത്രം, അതായത് നമ്മുടെ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലമാണ്, അത്രയും ദിവ്യമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും വൃത്തിയായിട്ട്, നല്ല വൃത്തിയായിട്ട് തന്നെ അത് കൊണ്ടുപോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പോൾ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് പുറകിൽ വരുന്ന ആൾ അതേമാതിരി ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പോൾ ഗുരുവായൂരിൽ തന്നെ ക്യൂ നിൽക്കുന്ന സമയത്ത്, അതായത് ആ വാതിൽമാടത്തിലേക്ക് കടക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വേഗം ഒരാൾ കുമ്പിട്ടിട്ട് ആ വാതിൽപ്പടി ഒന്ന് തൊട്ട് നിറകിൽ വെക്കുന്ന കാണും. അപ്പോൾ അതേപോലെ തന്നെ തൊട്ട് പിറകിലുള്ള ആളും ചെയ്യും. പിന്നെ അങ്ങനെ മാല പോലെ എല്ലാവരും ചെയ്യുന്ന കാണാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ കാണാനായിട്ട് പോകണ്ടേ, അത്രയേറെ തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണ് അവിടെ. അപ്പോൾ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എല്ലാവരും ചെയ്തു വരും. അപ്പോൾ പ്രത്യേകം അവിടെയുള്ള കാവൽക്കാർ പറയാറുണ്ട് കേട്ടോ, അയ്യോ ഇവിടെ തൊട്ട് നിറയിൽ വെക്കരുത്, അകത്ത് പോയിട്ട് ഭഗവാനെ കാണൂ എന്നുള്ളത്. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് അതേപോലെ കോപ്പി ചെയ്തിട്ടാണ് അടുത്തവർ ചെയ്യുക. അതേപോലെ തന്നെയാണ് ഈ ചന്ദനം തേക്കുന്നതും. അവിടെ ആ ഒരു കല്ല് അല്ലെങ്കിൽ ആ കണ്ണാടിക്ക് ചുറ്റുമായിട്ട് ചന്ദനം ഇങ്ങനെ നിറയെ തേച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്, നമുക്ക് ഈ പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ശരിയായിട്ടുള്ള രീതിയിൽ. പ്രത്യേകിച്ച് തുളസിപ്പൂവൊക്കെ ചെവിക്ക് പുറകിൽ ഇങ്ങനെ വെക്കുമല്ലോ, അതേപോലെ തലമുടിയിലൊക്കെ ചൂടുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ചൂടണം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ ഭഗവാനെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു കയ്യിൽ കദളിപ്പഴവും പിടിച്ചിട്ടുണ്ട് ഭഗവാൻ, ഒരു കയ്യിൽ പൊന്നോടുക്കളും പിടിച്ചിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലത്തെ അലങ്കാരം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. ഇന്നലെ വിഷ്ണുവിൻ്റെ പിറന്നാളായിരുന്നല്ലോ. ധാരാളം പേര് പിറന്നാൾ ആശംസകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ നമ്മുടെ ഫുൾ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് കുറേ മെസ്സേജുകൾ ഞാൻ കണ്ടു കേട്ടോ. എല്ലാവരുടെ അടുത്തും ഒരുപാട് സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ അലങ്കാരം കദളിപ്പഴമാണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിവസവും വിഷ്ണു ഭഗവാനെ കദളിക്കുല സമർപ്പിക്കാറുണ്ട്. നമ്മുടെ ഓരോ ഭക്തരുടെ വകയായിട്ടുള്ള സമർപ്പണങ്ങളാണ്. അപ്പോൾ ആ കദളിക്കുലയിൽ നിന്ന് ഒരു കദളിപ്പഴം എടുത്ത് പിടിച്ചിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അത് വിഷ്ണുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ഈ അലങ്കാരം വന്നപ്പോൾ നമ്മുടെ ധ്വനി ചേച്ചി ഉണ്ടാവും. ധ്വനി ചേച്ചിനെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. ചേച്ചിയാണ് വിഷ്ണുവിനെ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞത്, വിഷ്ണു ഇന്ന് ഭഗവാൻ കദളിപ്പഴം പിടിച്ചിട്ടാണ് നിൽക്കുന്നത് വിഷ്ണുവിൻ്റെ പിറന്നാൾ ദിനത്തിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ. ആ സന്തോഷം നിങ്ങളുടെ അടുത്തും കൂടെ പങ്കുവെക്കുകയാണ്. നമ്മുടെ ഭഗവാൻ അങ്ങനെയാണ്, നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്യുക. നമ്മുടെ എല്ലാവരുടെയും കൂടെ ഭഗവാൻ ഉണ്ട് എന്ന് ഓരോ തവണയും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യം വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഒരു ശക്തി കിട്ടുക ചെയ്യാം. അങ്ങനെയാണല്ലോ നമ്മുടെ മനസ്സിന് ഇപ്പോൾ എന്തെങ്കിലും സങ്കടങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പോൾ അതൊക്കെ കേൾക്കാനായിട്ട് അതൊക്കെ ഒരാൾ കാണുന്നുണ്ടല്ലോ, അറിയുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാകുമ്പോൾ ആ ഒരു ശക്തിയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തിയാണ് ലഭിക്കുക. അപ്പം അങ്ങനെ ഒരു ശക്തി കൂടെ ലഭിച്ച ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഒരിക്കൽ കൂടെ എല്ലാവരുടെ അടുത്തും പിറന്നാൾ ആശംസകൾ അറിയിച്ചതിന്, എല്ലാവരുടെ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തുന്നതിന്. ഇനിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ കദളിപ്പഴവും ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഭഗവാന്റെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും
ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാട്ടോ. തീർച്ചയായിട്ടും ചന്ദനമോ കളഭോ കുങ്കുമോ ഒക്കെയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അത് നമ്മൾ നെറ്റിയിൽ തൊടും. സ്ത്രീകളാണെങ്കിൽ കുങ്കുമൊക്കെ നെറുകയിലും കൂടെ തൊടാറുണ്ട്. അത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്കത് വീട്ടിലേക്ക് കൊണ്ടുപോകാം, നമ്മുടെ പൂജാമുറിയിലൊക്കെ സൂക്ഷിക്കാം, എന്നിട്ട് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നമ്മൾ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അവിടെ തന്നെയുള്ള ആർക്കെങ്കിലും കൊടുക്കുക. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വേണം അത് ഉപയോഗിക്കാനായിട്ട്. ഇനിയിപ്പോൾ തുളസിയിലെ ആണെങ്കിലും അതിന് ലഭിക്കുന്ന ഏത് പൂക്കളാണെങ്കിലും താമരയാണെങ്കിലും ഒക്കെ അത് നമുക്ക് ചൂടാനുള്ളതാണ്. അതായത് ഭഗവാൻ ആടിയതും ചൂടിയതും ഒക്കെ ഭഗവാന്റെ നിർമ്മാല്യം, അതായത് ഭഗവാന്റെ നിവേദ്യമാണ്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ എങ്ങനെയാണോ ഉപയോഗിച്ചത് അതേപോലെ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഭഗവാന് ചൂടിയതൊക്കെ നമുക്കും ചൂടാം. അപ്പോൾ പൂക്കളൊക്കെ തലയിൽ ചൂടാണ് ചെയ്യേണ്ടത് കേട്ടോ. അതിങ്ങനെ അലക്ഷ്യമായിട്ട് പലയിടത്തും കിടക്കുന്നത് കാണാറുണ്ട്. ഇപ്പം അടിപ്രദക്ഷിണ വെക്കുന്ന സമയത്താണ് നമ്മളിങ്ങനെ താഴെ നോക്കിയിട്ടൊക്കെയാണല്ലോ നടക്കുക. അപ്പോഴാണ് ഇത് കൂടുതൽ ശ്രദ്ധയിൽ പെടുക. അല്ലാത്തവരിത് കാണുകയേ ചെയ്യില്ല. അപ്പോൾ ആ പ്രദക്ഷിണ വഴിയിൽ ഇതിങ്ങനെ കിടക്കണ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധയില്ലായ്മ കൊണ്ട് ചിലപ്പോൾ അത് മുടിയിൽ നിന്ന് അറിയാതെ വീണു പോയതായിരിക്കാം. അങ്ങനെയും കൂടെ പറയണല്ലോ. അത് അങ്ങനെയും സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അല്ലാതെയും സംഭവിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ചവിട്ടാനായിട്ട് ഇടവരരുത്. അത് വരാത്ത രീതിയിൽ വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്. പിന്നെ തുളസിയൊക്കെ സാധാരണ പുരുഷന്മാരാണ് ഈ ചെവിക്ക് പുറകിലായിട്ട് ചൂടാറുള്ളത്. ക്ഷേത്രത്തിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ നമ്മൾ ചൂടി കൊടുക്കും. അതേപോലെ പുരുഷന്മാരും ചെയ്യാറുണ്ട് കേട്ടോ. സ്ത്രീകൾക്കും ചെയ്യാം. പക്ഷെ സ്ത്രീകൾ സാധാരണ മുടിയിലാണ് ചൂടാറുള്ളത്. കാരണം ഈ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇത് താഴേക്ക് വീഴാനായിട്ട് പാടില്ല. അപ്പോൾ എല്ലാവരും ചവിട്ടൂലോ, അതുകൊണ്ടാണ്. അപ്പോൾ അത് വീഴാത്ത രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. ഇപ്പം തലമുടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൂ ചൂടിക്കഴിഞ്ഞാൽ, തുളസി പൂ ചൂടിക്കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും. ഇപ്പം മുടിക്കെട്ടിൻ്റെ ഉള്ളിലൊക്കെയാണ് വെക്കണമെന്ന് വെച്ചാൽ സുരക്ഷിതമായിട്ട് ഇരുന്നോളും, താഴെ വീണു പോകില്ല. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ധാരാളം തലമുടി ഉള്ളത് കൊണ്ട് സ്ത്രീകൾ തലയിൽ ചൂടുന്നു എന്ന് മാത്രം. പുരുഷന്മാർക്ക് ധാരാളം ഉണ്ടെങ്കിൽ ചൂടുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അല്ലാത്ത പക്ഷം അവിടെ ചൂടാൻ സാധിക്കില്ലല്ലോ, അത് താഴേക്ക് വീഴുമല്ലോ. അതുകൊണ്ടാണ് പിന്നെ ചെവിക്ക് പുറകിൽ വെക്കണത്. അപ്പോൾ അതൊരു തടസ്സം മാതിരി അവിടെ ഇരിക്കുകയും ചെയ്യും. പിന്നെ എന്തുകൊണ്ടാണ് ഈ രണ്ട് സ്ഥാനങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് രണ്ടും പ്രത്യേക സംവേദന ശേഷിയുള്ള സ്ഥലങ്ങളാണ്. കൂടുതൽ ഇപ്പോൾ തുളസി എന്നൊക്കെ പറയുമ്പോൾ അത് ഭഗവാനോട് ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങളാണിത്. അതല്ലാതെ ഒരു ഔഷധം കൂടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിനോട് ചേരുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമ്മളിലേക്ക് ലഭിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ തലമുടിയിൽ ചൂടാന്ന് വിചാരിക്കാം. അപ്പോൾ ഈ തലമുടിയുടെ പ്രത്യേകത, ആ മുടിയൊന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞു ഒരു തലനാരിഴ മാത്രം പിടിച്ച് വലിച്ചാലും നമുക്കത് എവിടെ നിന്നാണ് ആ വലി വന്നതെന്നുള്ളത് പ്രത്യേകം മനസ്സിലാകും. അത്രയേറെ ആ ഒരു സംവേദന ശേഷിയുള്ള ഒരു സ്ഥാനമാണ് നമ്മുടെ ഈ ശിരസ് തല എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് മുടിയിൽ ചൂടിക്കഴിഞ്ഞാൽ അതിലെ ഗുണങ്ങൾ എളുപ്പം നമ്മുടെ ശരീരത്തിലേക്ക് എത്തും എന്നാണ് പറയുക. ഇതേപോലെ തന്നെയാണ് ചെവിക്ക് പുറകിൽ ചൂടിയാലും. അത് ഏറ്റവും ആകിരണ ശക്തി, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഘ്രാണശക്തി കൂടുതലുള്ള ഒരു സ്ഥലം അത് ചെവിയാണെന്നുള്ളത്. അതാണ് ഈ ചെവിക്കൊക്കെ പിടിച്ചിട്ട് തിരുമാറുണ്ട് പണ്ടുള്ള മാഷുമാര് ടീച്ചർമാരൊക്കെ. അവരൊന്നും വടി അധികം ഉപയോഗിച്ചിരുന്നില്ല. ഇപ്പം പിന്നെ വടി ഉപയോഗിക്കാനേ പാടില്ല, അപ്പോഴേക്കും കേസായി. പക്ഷെ അതല്ല പറയണത്, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് വടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് പുറകിലേക്ക് പോകുമ്പോഴാണ് ഈ ചെവിക്ക് പിടിച്ച് തിരുമ്പലൊക്കെ. അപ്പം എന്തുകൊണ്ടാണെന്നറിയോ, ഈ ചെവിയിലുള്ള പ്രത്യേക അവിടുത്തെ ന്യൂറോൺസ് അതിനൊക്കെ ഏറ്റവും ഈ എന്താ പറയുക, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയുക ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ആക്ടിവേഷൻ പവർ കൂടുതലുള്ള ഒരു സ്ഥാനമാണ് ഈ ചെവി എന്ന് പറയുക. അപ്പോൾ അവിടെ പിടിച്ച് തിരുമ്മിക്കഴിഞ്ഞാൽ എന്തായി, പിന്നെ എന്ത് കാര്യമാണോ നമ്മൾ മറന്നുപോയത് അത് പിന്നെ ഒരിക്കലും മറക്കില്ല. എന്താണ് നമുക്ക് പഠിപ്പിച്ച് തന്നത് മാഷ്, അത് നമ്മൾ മറന്നുപോയിണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് പിടിച്ച് തിരിപ്പിച്ച് കഴിഞ്ഞിട്ട് പഠിപ്പിച്ച് തന്നാൽ പിന്നെ ഒരിക്കലും മറക്കില്ല എന്ന് പറയാം. അങ്ങനത്തെ ഒരു സ്ഥാനമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യും. നമ്മുടെ ശരീരത്തിലെ ന്യൂറോൺസിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക സ്ഥാനമാണത്. അതുകൊണ്ടാണ് അവിടെ ചൂടുന്നത്. അപ്പോൾ ആ ഗുണങ്ങളാണെങ്കിലും അത് ഏറ്റവും നന്നായിട്ട് ആഗിരണം ചെയ്യുക നമ്മുടെ ശരീരത്തിലേക്ക്. അതുകൊണ്ടാണ് ഈ തുളസി തുളസി ഇപ്പോൾ ഏത് പുഷ്പങ്ങളാണെങ്കിലും പ്രത്യേകിച്ച് തുളസി എന്ന് പറഞ്ഞാൽ അത്രയേറെ ഔഷധ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് ചെവിക്ക് പുറകിൽ ചൂടുന്നത്, അതേപോലെ തന്നെ തലമുടിയിൽ ചൂടുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യം പറഞ്ഞത് താഴെ വീഴാതെ നോക്കണം. രണ്ടാമത്തെ കാര്യം അതിൻ്റെ ഗുണങ്ങൾ ഏറ്റവും വേഗത്തിൽ ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഇനി അടുത്തത് മേഘ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഈ സർപ്പക്കാവുകൾ സംരക്ഷിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ തിരിവെക്കുന്നതിനായി ഇത് വിളക്ക് കൊളുത്തുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റി ഒന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. യഥാർത്ഥത്തിലെ സർപ്പ ആരാധന എന്ന് തന്നെ നമ്മൾ പറയാറുണ്ട് അല്ലേ. സർപ്പക്കാവിലെ വിളക്ക് വെക്കാന്നല്ല പറയാ, തിരി കൊളുത്താന്നാണ് പറയാ. അത് ഒരു തിരി ഇങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ അതിങ്ങനെ കത്തിച്ച് വന്നിട്ട് ഈ സർപ്പക്കാവിൽ വന്നിട്ട് അവിടെ വെക്കും. എന്നിട്ട് ആ തിരി കത്തി കഴിയുന്നത് വരെ അവിടെ തന്നെ നിൽക്കണം എന്നാണ് പറയുക. ഇതിപ്പോൾ കത്തി ചിലപ്പോൾ കഴിഞ്ഞു എന്നൊന്നും വരില്ല കേട്ടോ. ചിലപ്പോൾ കാറ്റൊക്കെ വീശിട്ട് അത് കെട്ടുപോകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കഴിയുന്നത് വരെ കുറച്ച് ചെറിയ തിരിയൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്തായാലും അത് കെടുന്നത് വരെ നമ്മൾ അവിടെ തന്നെ നിൽക്കണം എന്നാണ് പറയുക. എന്നിട്ടാണ് തിരിച്ചു പോരുക. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ സർപ്പക്കാവിൻ്റെ ആ ഒരു രീതി ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. നിറയെ മരങ്ങൾ ഉണ്ടായിരിക്കും, അവിടെ ഇങ്ങനെ ഇലകളും കരിയിലകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച് വർഷക്കാലത്തല്ല കേട്ടോ, വേനൽക്കാലത്തൊക്കെ അവിടെ തീ പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തീ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ആ കാവും എന്താ പറയുക ആകെ കത്തിപ്പോകും. അതേപോലെ തന്നെ അതിനുള്ളിൽ അധിവസിക്കുന്നവർക്കും അത് ബുദ്ധിമുട്ടാകും. അപ്പം അങ്ങനെയുള്ള ഉപദ്രവങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ തിരി കെടുന്നത് വരെ അവിടെ തന്നെ നിൽക്കണം എന്ന് പറയാറുള്ളത് കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ ഈ തറയൊക്കെ കെട്ടുന്ന സമയത്ത് അവിടെ ഇപ്പോൾ ഇങ്ങനെ ആ ചുവന്ന കല്ലുകൾ കൊണ്ടോ എങ്ങനെയാണ് തറ എങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ടായിരിക്കും. അത് വല്ലാണ്ട് സിമെൻ്റ് ഒന്നും വെച്ചിട്ട് അടച്ചിട്ടുണ്ടായിരിക്കില്ല. അതിൻ്റെ ഉൾവശമാണെങ്കിലും സിമെൻ്റ് ഇട്ടിട്ടുണ്ടായിരിക്കില്ല. അത് എന്തുകൊണ്ടാണ്? അതിലൂടെയുള്ള അത് കുറേ പേര് അതിൽ കൂടെ കയറി പോകുന്നൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അവർക്കൊക്കെ സുഗമമായിട്ട് അവിടെ അധിവസിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ അതിനുള്ളിൽ വളരുന്ന സസ്യങ്ങൾക്ക് സുഗമമായിട്ട് വളരാനും ഒക്കെ കൂടെ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർപ്പക്കാവുകൾ ഇതെല്ലാം നമ്മൾ സംരക്ഷിക്കണം. അത് സർപ്പങ്ങളെ ആരാധിക്കണം എന്ന് മാത്രം അല്ല ഉദ്ദേശിക്കുന്നത്. ഈ കാവുകൾ നമ്മൾ സംരക്ഷിക്കുകയും കൂടെ ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ തിരിവെക്കണം എന്ന് പഴമക്കാർ നിർബന്ധമായിട്ട് പറയണത്. അപ്പം നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യും. അതുകൊണ്ട് എല്ലാ വീടുകളിലും കാവുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മുടെ പരിസ്ഥിതിയെ, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുകയാണ് ചെയ്യുക. കാരണം അത്രയധികം മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വളർന്നിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം. അതിൽ ധാരാളം ഔഷധ സസ്യങ്ങളും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് എന്തുകൊണ്ടും നമുക്കും നമ്മുടെ പ്രകൃതിക്കും നല്ലതാണ്. പിന്നെ ഈ പ്രകൃതിയുടെ ഇപ്പോൾ ഓക്സിജൻ ഒക്കെ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യും ഈ വൃക്ഷങ്ങളാണെങ്കിലും അതിനുള്ളിലുള്ള സസ്യങ്ങളാണെങ്കിലും. അതേപോലെ തന്നെ ഇപ്പോൾ വേനൽക്കാലത്താണെങ്കിലും ഇപ്പോൾ ഈ മരങ്ങളുടെയൊക്കെ വേരുകൾ താഴത്തേക്ക് നന്നായിട്ട് ആഴ്ന്നിറങ്ങി പോയിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ഈ വേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളവുമായി എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അപ്പോൾ ഏത് ജലസ്രോതസ്സുകളാണെങ്കിലും അവിടെ നല്ല ശുദ്ധമായിട്ടുള്ള ജലത്തിൻ്റെ ലഭ്യത അത് ഉറപ്പുവരുത്തും. അതിനൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഈ മരങ്ങൾ. അപ്പോൾ ഒരുമിച്ച് കുറേ മരങ്ങൾ നിൽക്കുകയാണെങ്കിലോ തീർച്ചയായിട്ടും അവരിൽ നമുക്ക് തരുന്ന ഉപകാരങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ മനുഷ്യരാശിക്ക് ആവശ്യമായതുകൊണ്ടാണ് പഴമക്കാർ ഇതെല്ലാം നിർബന്ധമായിട്ട് ചെയ്യിപ്പിച്ചിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വളരെ കുറവാണ്. അതിനെക്കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇതെല്ലാം സംരക്ഷിക്കുകയാണ് വേണ്ടത്. പുതിയ പുതിയ മരങ്ങൾ അല്ലെങ്കിൽ വെച്ച് പിടിപ്പിക്കുകയൊക്കെയാണ് വേണ്ടത്. ഇതൊക്കെ എല്ലാം ചെയ്യണത് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ സർപ്പക്കാവിലെ തിരി തെളിയിക്കുക എന്നാണ് പറയുക. ഇതെല്ലാം നമ്മുടെ തന്നെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും സർപ്പക്കാവുകളൊക്കെ സംരക്ഷിക്കും. പിന്നെ ദൈവികമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എല്ലാ ദിവസവും കാവുകളൊക്കെ ഉള്ളവർക്ക് അവിടെയൊക്കെ പോയിട്ട് തിരി തെളിയിക്കാം. പിന്നെ വർഷത്തിൽ ഒരിക്കൽ കാവുള്ളവർ അവിടെ എല്ലാ വർഷവും ഒരു പ്രത്യേക ദിവസം, ഇപ്പോൾ ആയില്യത്തിൻ്റെ ദിവസം നാളുകളിലൊക്കെ ആയിരിക്കും അവിടെ പൂജകളൊക്കെ ഉണ്ടായിരിക്കും. അല്ലാത്തവരെ, അതായത് കാവുകളില്ലാത്തവരെ സർപ്പക്കാവുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോവുക, നമ്മളെ കൊണ്ട് സാധിക്കുന്ന പൂജകളൊക്കെ ചെയ്യാം. അപ്പോൾ സർപ്പങ്ങളുടെയും അതായത് നാഗങ്ങളുടെയും ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതായിരിക്കട്ടെ. ഒരിക്കലും അങ്ങനെയുള്ളത്, അതായത് അവരെ ഉപദ്രവിക്കാനായിട്ട് പാടില്ല, ഇങ്ങനെയുള്ള കാവുകളൊന്നും നശിപ്പിക്കാനായിട്ടും പാടില്ല. അടുത്തത് ദീപ്തി എന്ന് പറഞ്ഞിട്ടുള്ള ഭക്ത ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ. ബ്രാഹ്മമുഹൂർത്തത്തെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രാഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് പഠിക്കൂ, അങ്ങനെയാണ് കൂടുതൽ പേരും കേട്ടിട്ടുണ്ടായിരിക്കുക. കാരണം ആ സമയത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ പുലർച്ചെ 3 മണി മുതൽ ഒരു 4:30-5 മണി വരെയുള്ള സമയമാണ് ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബ്രഹ്മാവിൻ്റെ നാമത്തിലാണ് അറിയപ്പെടുന്നത്. ബ്രഹ്മാവിൻ്റെ ധർമ്മപത്നിയായിട്ടുള്ള സരസ്വതി ദേവി ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് സരസ്വതി യാമം എന്നും കൂടെ പറയണത്. അപ്പോൾ സരസ്വതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യയുടെ, അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ, കലകളുടെ ഒക്കെ ദേവതയാണ്. അപ്പോൾ ഈ ദേവത ഉണർന്ന് പ്രവർത്തിക്കുന്ന ആ ഒരു സമയമാണ്. ഉണർന്നിട്ട് നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് ഇരിക്കുകയാണ്.
അപ്പം നമ്മൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കും. ഇത് പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് ഗ്രഹിക്കാനും അതെല്ലാം ഹൃദ്യസ്ഥമാക്കാനും അത് ഓർത്ത് വെക്കാനും, ഓർത്ത് ഇരുന്നാൽ മാത്രമല്ല നമുക്കത് പരീക്ഷയ്ക്ക് അടുക്കുന്ന സമയത്ത് അത് പ്രയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് സരസ്വതി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഈ ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. അതൊരു കാര്യം. പിന്നെ ഒരു കാര്യം പറയണത്, ഈ സമയത്തിന് അതായത് നമ്മുടെ പ്രകൃതി ഏറ്റവും ശുദ്ധമായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾക്ക് ഇങ്ങനെ ടെൻഷനൊക്കെ മാറിക്കഴിഞ്ഞിട്ട്, ഏത് അനാവശ്യ ചിന്തകൾ, നമ്മുടെ ജോലി ഭാരമൊക്കെ കഴിഞ്ഞു, അതായത് ഒരു ദിവസത്തെ ജോലിയൊക്കെ കഴിഞ്ഞാൽ ഒരു റിലാക്സേഷൻ വരും. അപ്പോൾ നമ്മളൊരു കപ്പ് കോഫിയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുമ്പോൾ ഒന്ന് ഫ്രഷ് ആകും. അപ്പോൾ പിന്നെ നല്ല നല്ല ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. ഇതേപോലത്തെ അവസ്ഥ തന്നെയാണ് അതിരാവിലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ യാതൊരു തരത്തിലുള്ള മലിനീകരണങ്ങളും അപ്പോൾ നടന്നിട്ടുണ്ടായിരിക്കില്ല. രാത്രിയൊക്കെയാണ് പഠിക്കാനിരിക്കണമെങ്കിൽ ആ രാവിലെ മൊത്തമുള്ള ഒരു ക്ഷീണം ഉണ്ടായിരിക്കും, പിന്നെ കുറേ മലിനമായിട്ടുള്ള വായു അതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ ആ ഒരു പഠിത്തത്തിനെയും നമ്മുടെ ബുദ്ധിനെയും ഒക്കെ ബാധിക്കുകയും ചെയ്യാം. പക്ഷേ ഈ സമയത്താണെങ്കിൽ, ഇത് പുലർച്ചെ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്താണെങ്കിൽ ഇങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല. എല്ലാം ഫ്രഷ് ആയിരിക്കും. അപ്പോൾ പ്രകൃതി ഫ്രഷാണ്, ശുദ്ധമായിട്ടുള്ള വായുവാണ് നമുക്ക് ലഭിക്കുക. നമ്മൾ ആ സമയത്ത് കുളിച്ചിട്ട് വിളക്കൊക്കെ കൊളുത്തിയിട്ട് പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഫ്രഷാണ്. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് നന്നായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും, നല്ല ഫലം കിട്ടും. അതാണ് പറയുന്നത്. അപ്പോൾ പഠിക്കുക മാത്രമല്ല കേട്ടോ, നാമം ചൊല്ലുകയാണെങ്കിലും നമ്മൾ എന്ത് പ്രവൃത്തി ആ ഒരു സമയത്ത് ചെയ്യുകയാണെങ്കിലും അതിന് കൂടുതൽ ഫലം ലഭിക്കുന്നതാണ് പറയുക. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഈ ബ്രാഹ്മ മുഹൂർത്തത്തിന് ഇത്രയേറെ പ്രത്യേകതകൾ പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ നമുക്കത് മനസ്സിലാകണമെങ്കിൽ നമ്മളൊരു ദിവസം ആ ഒരു സമയത്ത് ഉണർന്ന് നോക്കണം. ഇപ്പോൾ 3 മണിക്കൊക്കെ ചിലപ്പോൾ ഉണരാനായിട്ടൊന്നും എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. എന്നാലും ഒരു 5 മണിക്കുള്ളിലേ നമ്മൾ ഉണർന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ പഠിക്കുകയാണെങ്കിലും നമ്മുടെ ജോലികളൊക്കെ ചെയ്ത് തീർക്കുകയാണെങ്കിലും രാവിലെ എണീറ്റ് കുളിച്ചിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ലൈഫിലെ ഒരു ഫ്രഷ്നെസ് വന്നതായിട്ട് തോന്നും. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, നേരത്തെ നമ്മുടെ ജോലികളൊക്കെ കഴിയും, അപ്പോൾ കുറേ സമയം നമുക്ക് ലഭിക്കും. ഇപ്പോൾ സമയക്കുറവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കില്ല. ഇനിയിപ്പോൾ നേരത്തെ എണീക്കണമെങ്കിൽ എല്ലാവരും ചോദിക്കും, നേരത്തെ കിടക്കണ്ടേന്ന് കൂടെ ചോദിക്കും. തീർച്ചയായിട്ടും നേരത്തെ തന്നെ കിടക്കണം. ഒരുപാട് ലേറ്റായിട്ട് കിടക്കരുതെന്നാണ് പറയുക. അതായത് ഇപ്പോൾ രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത്, അതായത് ഇരുട്ടത്ത് നമ്മുടെ ശരീരത്തിൽ കുറച്ച് ഹോർമോൺസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മുടെ ജീവിതത്തിന്, നിത്യേനയുള്ള ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള, നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഹോർമോൺസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഉറങ്ങ തന്നെ വേണം, അതും ഇരുട്ടത്ത് കിടന്ന് ഉറങ്ങ തന്നെ വേണം. അപ്പോൾ അങ്ങനെ നേരത്തെ ഉറങ്ങണം, എന്നാൽ മാത്രമേ നേരത്തെ എണീക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം കൃത്യമായിട്ട് ഇത്ര മണിക്കൂർ ഉറങ്ങണം എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ. അപ്പോൾ പഴമക്കാർ അവിടെയും പറഞ്ഞു വെക്കുന്നുണ്ട്, എന്താണ്, വെളിച്ചത്ത് ഊണ് കൊടുത്തിട്ട് ഇരുട്ടത്ത് കിടത്തി ഉറക്കാന്നുള്ളത്. അത് ഈ കുറച്ച് കാര്യങ്ങൾ കൊണ്ടും കൂടിയിട്ടാണ് അങ്ങനെ പറയണത് കേട്ടോ. ഈ വെളിച്ചത്തിനും ഇരുട്ടിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് നല്ല ആരോഗ്യവും ആയുസ്സും ഒക്കെ ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് അവരുടെ പ്രവൃത്തികളൊക്കെ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ അതാണ് ബ്രാഹ്മ മുഹൂർത്തത്തിൻ്റെ പ്രത്യേകത. 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്തിനെയാണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ഗൗരി ബിന്ദു, 2 പേര് ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ. 2 പേരും ചേന കൊണ്ടുള്ള തുലാഭാരത്തെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. തുലാഭാരം ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ട് ചേന കൊണ്ടാണ് തുലാഭാരം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തുക അടച്ചാൽ മതിയായിരിക്കും, അത്രയേ ഉള്ളൂ. അത് ത്വക്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് ചേന കൊണ്ട് തുലാഭാരം ഒക്കെ ചെയ്യുന്നത്. പിന്നെ ബിന്ദു ചേച്ചി ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ ആ അസുഖം മാറിക്കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യണോ അതിന് മുൻപ് വന്ന് ചെയ്യണോ എന്നുള്ളതാണ്. ഇത് ഈ ഒരു ചേനയ്ക്ക് മാത്രമല്ല കേട്ടോ, ഏത് വഴിപാടാണെങ്കിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു മറുപടി തന്നെയാണ്. അതായത് ഒക്കെ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചാണ്, നമ്മുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ചാണ്. നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ ഇന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ ഈ വഴിപാട് സമർപ്പിച്ചോളാം. അങ്ങനെയാണ് പ്രാർത്ഥിച്ചെങ്കിൽ നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് സമർപ്പിക്കാം. അല്ലെങ്കിൽ ചിലർ പ്രാർത്ഥിക്കും, ഭഗവാനെ ഇന്ന കാര്യം നടക്കാനായിട്ട് ഞാൻ ഈ വഴിപാട് നിനക്ക് തന്നോളാം എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ നടക്കുന്നതിന് മുൻപായിട്ട് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഇത് ചിലർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കൊന്നുമില്ല. വഴിപാട് നേർന്നിട്ടുണ്ട്, അത് നടന്നു കഴിഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുക്കണം, അത്രേ പലരും ചിന്തിക്കുള്ളൂ. പക്ഷെ ചിലരെങ്ങനെയാണ് ചിന്തിക്കുകയെന്നറിയോ, അത് ഭഗവാനെ ഏൽപ്പിച്ച് കഴിഞ്ഞ കാര്യമാണ്, ആ കാര്യം ഭഗവാൻ നോക്കിക്കോളും. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ സംശയമില്ല, നടക്കും, ഈ നമ്മുടെ ആഗ്രഹം നടക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒട്ടും സംശയമില്ലെങ്കിൽ നേരത്തെ തന്നെ വഴിപാട് കൊണ്ടുപോയിട്ട് കൊടുക്കാം. ചിലപ്പോഴൊക്കെ ഭഗവാൻ അങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ, ഭഗവാന് കൊടുക്കാനുള്ളത് എത്രയും വേഗം കൊടുക്കണം എന്നാണ് പറയുക. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് നിർബന്ധമായിട്ട് ഇങ്ങനെ പറയണമെന്നില്ല. അതൊക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചാണ്. നമ്മുടെ മനസ്സിൽ എങ്ങനെയാണോ ഭഗവാൻ തോന്നിപ്പിക്കുന്നത് അതേപോലെ ചെയ്യാം. അപ്പോൾ അത് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഏത് വഴിപാടാണെങ്കിലും ഓരോരുത്തരുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ്, നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.
തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് തന്നെ കരുതുകയാണ് കേട്ടോ. കൂടുതൽ സംശയങ്ങളൊക്കെ ഉള്ളവർ നമ്മുടെ ഫുൾ വീഡിയോൻ്റെ താഴെ ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ അടുത്ത ദിവസങ്ങളിലായിട്ട് കൊണ്ടുവരാം എന്നും കൂടെ വിചാരിക്കുകയാണ് കേട്ടോ. ഇതിൽ ഭൂരിഭാഗവും ഞാൻ പറഞ്ഞിട്ടുള്ള മറുപടികൾ തന്നെയാണ്. അപ്പോൾ ഈ ചേനയുടെ കാര്യത്തിലാണെങ്കിലും അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ പറയാത്ത ചോദ്യങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ പറയാനായിട്ട് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ അത് കേൾക്കാനായിട്ട് നിങ്ങൾക്കും ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഒക്കെ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നാമജപം ഞാനിന്ന് എണ്ണിക്കൊണ്ട് വന്നിട്ടില്ല കേട്ടോ. കുറച്ച് തിരക്കുണ്ടായിരുന്നു. കുഞ്ഞാവനെ ഡോക്ടറെ അടുത്തേക്ക് ഇതിൻ്റെ ഇടയിലൊന്ന് പോകേണ്ടതായിട്ട് വന്നു. അവന് നല്ലൊരു പനി, പെട്ടെന്നുണ്ടായ ഒരു പനിയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ എനിക്ക് നാമജപം എണ്ണാതെ വന്നത് ഇന്ന്. നാളത്തെ ദിവസത്തെ വീഡിയോയിൽ ഞാൻ എണ്ണിക്കൊണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നാമജപമൊക്കെ നന്നായിട്ട് ചെയ്യാം. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി പുതിയ പുതിയ വിശേഷങ്ങളും ചോദ്യങ്ങൾക്കുള്ള മറുപടികളും അലങ്കാരവും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.